കണ്ണൂരിലെ രാമന്തളിയിലെ വടക്കുംപാട് വീട്ടിലാണ് കലാധരനും അച്ഛൻ ഉണ്ണികൃഷ്ണനും അമ്മ ഉഷയും താമസിക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ ഓട്ടോ ഡ്രൈവറാണ്. കലാധരനാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഭാര്യയും 2 മക്കളൊക്കെ ഉണ്ട്. 5ഉം 2ഉം വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയാണ് കലാധരനുള്ളത്. പക്ഷേ ഭാര്യയുമായിട്ട് അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭാര്യ നയൻതാര പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. പല ചർച്ചകളും ഇടപെടലുകളും ഒക്കെ കലാധരൻ്റെ ബന്ധുക്കൾ നടത്തിയെങ്കിലും നയൻതാരയും അവളുടെ അമ്മയും സഹോദരനും അമ്പിലും വില്ലിലും അടുക്കുന്ന ലക്ഷണമില്ല. കുട്ടികളാണെങ്കിൽ നയൻതാരയ്ക്കൊപ്പമാണ് ഇപ്പോൾ താമസം. കലാധരന് മക്കൾ അമ്മയ്ക്കൊപ്പം നിൽക്കുന്നതാണ് അവരുടെ സന്തോഷമെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് അയാളുടെയും തീരുമാനം. മക്കളുടെ സന്തോഷത്തിനാണ് ആ അച്ഛൻ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ ചില കാരണങ്ങളാൽ കുട്ടികളെ കലാധരനെ തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ട സാഹചര്യം വന്ന് ഭവിക്കുകയാണ്. ഇത് നയൻതാരയ്ക്കും കുടുംബത്തിനും ഇയാളോട് കടുത്ത പകയാണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ ഇടയ്ക്കാണ് കലാധരൻ്റെ അച്ഛനായ ഉണ്ണികൃഷ്ണൻ പോക്സോ കേസിൽ പിടിയിലാവുന്നത്. ഉഷയും കലാധരനും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു അത്. രാമന്തളിയിലെ നാട്ടുകാരുടെ ഇടയിൽ ഇത് ചൂടേറിയ ഒരു ചർച്ചാ വിഷയം തന്നെയായിരുന്നു. ഇപ്പോൾ ഈ വീട്ടിൽ കലാധരനും അമ്മ ഉഷയും മക്കളായ 5 വയസ്സുകാരി ഹിമയും 2 വയസ്സുകാരൻ കണ്ണനും മാത്രമാണ് ഉള്ളത്. കലാധരന് പാചകത്തിൻ്റെ പണിയാണ്. പോക്സോ കേസ് പ്രതിയായ ഉണ്ണികൃഷ്ണൻ നീണ്ട മാസങ്ങൾക്ക് ശേഷം വീട്ടിലെത്തുകയാണ്. രാത്രി ഒരു 9-9:30യോടെയാണ് അയാളുടെ വരവ്. വീടെത്തിയ ഉണ്ണികൃഷ്ണൻ മുൻവശത്തെ വാതിൽ ഒന്ന് തള്ളിയതും അതങ്ങ് തുറന്നു. അയാൾ ഭാര്യയും മകനെയും കൊച്ചുമക്കളെയൊക്കെ നോക്കുകയാണ് അവിടെയൊക്കെ. അപ്പോഴാണ് നടുക്കത്തെ മുറിയിൽ അയാൾ ആ കാഴ്ച കാണുന്നത്. ഒന്നേ നോക്കിയുള്ളൂ, പിന്നെ അയാൾക്ക് അവിടെ നിൽക്കാൻ പോലും സാധിച്ചില്ല. എന്തായിരിക്കും പോക്സോ കേസ് പ്രതിയായ ആ 68കാരനെ അവിടെ കാണേണ്ടി വന്നത്? നമുക്ക് ആ സംഭവത്തിലേക്കൊന്ന് പോകാം. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓളെന്ന നോട്ടിഫിക്കേഷനും ഓണാക്കൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. നയൻതാരയും കലാധരനും തമ്മിൽ തുടക്കം മുതൽ തന്നെ സ്വരച്ചേർച്ചയില്ലായ്മ പതിവായിരുന്നു. ഒരു പരിധിവരെയും ഇവരുടെ വഴക്കിൻ്റെ മൂല കാരണം എന്ന് പറയുന്നത് ഈ നയൻതാരയുടെ അമ്മയും സഹോദരനുമാണ്. മകൻ്റെ ജീവിതത്തിലാണെങ്കിൽ വലുതായിട്ടൊന്നും കയറി ഇടപെടാത്തവരാണ് ഈ ഉണ്ണികൃഷ്ണനും ഉഷയും. ഉണ്ണികൃഷ്ണൻ ഈ പ്രായത്തിലും ഓട്ടോ ഓടിച്ചാണ് ജീവിക്കുന്നത്. കലാധരനാണെങ്കിൽ ഒരു പാചകക്കാരനും. അയാളുടെ കൈപുണ്യത്തെപ്പറ്റി പുകഴ്ത്താത്ത ആരുമില്ല ആ നാട്ടിലെന്ന് വേണം പറയാൻ. അത്രയ്ക്ക് മികച്ച പാചകമാണ്. അതുകൊണ്ട് തന്നെ കൈ നിറച്ച് വർക്കുകളും നല്ല തിരക്കും ഉണ്ട് അയാൾക്ക്. പക്ഷേ ദാമ്പത്യ ജീവിതം മാത്രം പരാജയമായിരുന്നു. ഒരു തരത്തിലും ഭർത്താവിനെയോ ഭർത്തൃ വീട്ടുകാരോടോ ലവലേശം ആത്മാർത്ഥതയും വിട്ടുവീഴ്ച മനോഭാവവും കാണിക്കാത്തൊരു ക്യാരക്ടറാണ് ഈ കലാധരൻ്റെ ഭാര്യ നയൻതാര. അതിന് മെയിൻ കാരണവും അവളുടെ അമ്മയും സഹോദരനുമാണ്. ഭർത്താവിൻ്റെയും ആ വീട്ടിലുള്ളവരുടെയൊക്കെ കാര്യങ്ങളും അവിടുത്തെ കുറ്റങ്ങളും കുറവുകളും എല്ലാം നയൻതാര സ്വന്തം വീട്ടിൽ അപ്പോഴപ്പോഴും വിളിച്ചു പറഞ്ഞു കൊടുക്കും. അത് കുറച്ചുകൂടി മൂപ്പിക്കുന്ന രീതിയിലുള്ള ഉപദേശങ്ങളൊക്കെയാണ് ഇപ്പുറത്തു നിന്നും ഇവരുടെ വീട്ടുകാർ ഇവൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അത് അതേപടി അനുസരിച്ചും വിശ്വസിച്ചുമൊക്കെയാണ് ഇവൾ ഇവിടെ ഉള്ളവരോടും പെരുമാറിക്കൊണ്ടിരുന്നത്. ഇത് മാത്രമല്ല, കലാധരനെ സ്വന്തം വീട്ടിൽ നിന്നും അകറ്റാനും അയാളെ ചൊൽപ്പടിക്ക് നിർത്താനുമാണ് നയൻതാരയും വീട്ടുകാരും ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെയൊക്കെ വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പലതവണ ആ വീട്ടിൽ വലിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇവർക്കിടയിൽ. ഒടുവിലത് നയൻതാരയുടെ പെട്ടിയും തൂക്കിയുള്ള ഇറങ്ങിപ്പോക്കലിലാണ് കലാശിച്ചത്. പോണ പോക്കിൽ തന്നെ അവൾ 2 മക്കളെയും കൂടെ എടുത്തുകൊണ്ട് പോയി. കുട്ടികളെന്ന് വച്ചാൽ കലാധരനും മാതാപിതാക്കൾക്കും ജീവൻ്റെ ജീവനാണ്. പിള്ളേർക്കും അതുപോലെ തന്നെയാണ്. അമ്മയും അമ്മ വീട്ടുകാരെക്കാളൊക്കെ ഇഷ്ടം ഈ അച്ഛനെയും ഇവിടുത്തെ അപ്പൂപ്പനെയും അമ്മൂമ്മയൊക്കെയാണ്. പക്ഷേ അമ്മ അവരെ ബലമായിട്ട് കൂട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. കലാധരൻ്റെ മക്കൾ പോയ വിഷമത്തിൽ ആ വീട് മൊത്തം അങ്ങനെ ഇരിക്കുകയാണ്. ഇതിനിടയിൽ പലതവണ ഉണ്ണികൃഷ്ണനും ഉഷയും ഈ പ്രശ്നമൊക്കെ ഒന്ന് ഒത്തുതീർപ്പാക്കി തിരിച്ചു കൊണ്ടുവരാനായിട്ട് മരുമകളുടെ വീട്ടിൽ ചെന്നെങ്കിലും വളരെ മോശമായിട്ടാണ് ആ വീട്ടുകാർ ഇവരോടൊക്കെ പെരുമാറിയത്. ഇടയ്ക്ക് മക്കളെ കാണാൻ കലാധരൻ ആ വീട്ടിലോട്ട് ചെല്ലും. പക്ഷേ ഒരിക്കൽ പോയ അയാളോട് മക്കൾ, അതായത് ഇത്തിരി ഒരു അറിവ് വെച്ച ആ മൂത്ത കുട്ടി ഹിമ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അച്ഛാ ഞങ്ങൾക്ക് അച്ഛൻ്റെ വീട്ടിൽ വരണം, ഇവിടെ വേണ്ട, ഇവിടെ ഉള്ളവർ കൊള്ളില്ല എന്ന്. കാരണം തിരക്കിയപ്പോഴാണ് അറിയുന്നത് മക്കൾ നന്നായിട്ട് ദേഹോപദ്രവം നേരിടുന്നുണ്ടെന്ന്. നിസ്സാര കാര്യത്തിന് പോലും അമ്മ കുട്ടികളെ മൃഗീയമായിട്ട് തല്ലുന്നുണ്ട്. ചെറിയ തെറ്റുകൾക്ക് പോലും ആ വീട്ടുകാർ കുട്ടികൾക്ക് കടുത്ത ശിക്ഷയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അടി കൊടുക്കുന്നത് കൂടാതെ ഈ കൈവിരലുകളൊക്കെ കതകിനിടയിൽ വെച്ച് ഞെരിക്കുന്നതായിരുന്നു അവിടുത്തെ മെയിൻ ശിക്ഷ.
ഇത് കണ്ട് സഹിക്കാൻ പറ്റാതെ കലാധരൻ നയൻതാരയോടും വീട്ടുകാരോടും ശക്തമായിട്ട് വഴക്കുണ്ടാക്കുകയാണ്. അയാളുടെ മുന്നിൽ വെച്ച് തന്നെ ഈ കുട്ടികളെ അവർ ക്രൂരമായി ഉപദ്രവിച്ചു. ഇതെല്ലാം അയാൾ അപ്പം തന്നെ ഒരു വീഡിയോയിലോട്ട് പകർത്തി. തുടർന്ന് മക്കളെ ബലമായിട്ട് തന്നെ തനിക്കൊപ്പം വിളിച്ചിറക്കിക്കൊണ്ട് പോവുകയും ചെയ്തു. പിന്നീട് കുട്ടികൾ രണ്ടും വടക്കമ്പാട്ടിലെ അച്ഛൻ്റെ വീട്ടിലാണ് താമസം. കുട്ടികൾക്ക് ഇപ്പോൾ സ്നേഹനിധികളായ അച്ഛനും അപ്പൂപ്പനും അമ്മുമ്മയും മാത്രം മതി. അമ്മ എന്ന് കേൾക്കുന്നതേ കുട്ടികൾക്ക് പേടിയാണ്. അങ്ങനെ പോകവെയാണ് നയൻതാര കേസ് കൊടുക്കുന്നത് അപ്പൂപ്പനായ ഉണ്ണികൃഷ്ണൻ്റെ പേരിന്. അതായത് തൻ്റെ മൂത്ത കുട്ടിയായ ഈ 5 വയസ്സുകാരി ഹിമയെ ഈ അപ്പൂപ്പൻ പീഡിപ്പിക്കാൻ ശ്രമം നടത്തിയെന്ന്. അങ്ങനെ ഒരു കള്ളക്കേസ് കൊടുത്താൽ മാത്രമേ കുട്ടികളെ അവിടെ നിന്ന് കിട്ടുള്ളൂ എന്ന് ഇവൾക്കറിയാം. കലാധരനും കുടുംബവും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയെന്നോണം പറയാൻ. പിന്നീട് കോടതി വിധി പറയുകയാണ്. ഈ പരാതിയിൽ കോടതി വിധി വന്നത് ഇങ്ങനെയാണ്: ഉണ്ണികൃഷ്ണൻ കുട്ടികൾ നിൽക്കുന്ന സ്വന്തം വീട്ടിൽ നിന്നും മാറി താമസിക്കണമെന്ന്. ചെയ്യാത്ത തെറ്റിൻ്റെ അപമാനവും താൻ കാരണം കുട്ടികൾ ഈ വീട് വിട്ടു പോകേണ്ടി വരുമോ എന്നൊക്കെയുള്ള ആശങ്കയിലും ആ സ്നേഹനിധിയായ അപ്പൂപ്പൻ ആ വീട്ടിൽ നിന്നും വേറൊരു വീട് വാടകയ്ക്കെടുത്ത് മാറി താമസിക്കേണ്ട അവസ്ഥ വരികയാണ്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നാട്ടുകാരും വല്ലാത്തൊരു കണ്ണോടെയാണ് ഇവരെ കാണുന്നത്. അതായത് ചില കുത്തും മുനയും വച്ചിട്ടുള്ള വർത്താനവും സംശയദൃഷ്ടിയൊക്കെയാണ് ഉണ്ണികൃഷ്ണനിലോട്ട് നാട്ടുകാർ തൊടുത്തി വിടുന്നത്. പിന്നീട് അയാളെ നാട്ടുകാർ പതുക്കെ അകറ്റാൻ തുടങ്ങുകയാണ്. കാരണം കൊച്ചുമകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരു അപ്പൂപ്പൻ. കാരണം സ്വന്തം അമ്മയാണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത്. മാത്രവുമല്ല കോടതി പോലും അമ്മയുടെ ഈ പരാതിയിൽ വിധി പറഞ്ഞിരിക്കുന്നതും ഈ അപ്പൂപ്പനെതിരെയാണ്. അപ്പോൾ എന്തായാലും ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ മനസ്സിൽ. അടുത്ത വിധി ദാ വരുന്നത് കോടതിയിൽ നിന്നും. 2 മക്കളെയും അവരുടെ അമ്മയായ നയൻതാരയ്ക്കൊപ്പം വിടാനുള്ള ഉത്തരവ്. അതായത് 5 ദിവസം അമ്മയ്ക്കൊപ്പവും വെറും 2 ദിവസവും മാത്രമേ അച്ഛനൊപ്പവും താമസിക്കാൻ പാടുള്ളൂ എന്ന്. ഓൾറെഡി കുട്ടികളെ മാറ്റേണ്ടി വരുമെന്നും കൂടെ പേടിച്ചിട്ടാണ് ഈ അപ്പൂപ്പ ഉണ്ണികൃഷ്ണൻ ആ വീട് വിട്ട് തന്നെ മാറിയത്. ഇപ്പോൾ അത് തന്നെ സംഭവിച്ചു. തകർന്നു പോയെന്ന് വേണം പറയാൻ ആ കുടുംബം. നാട്ടിൽ ഇറങ്ങി നടക്കാൻ വയ്യാത്തൊരവസ്ഥ, മകളെ പിരിയുന്ന വേദന. കലാധരന് ഇതിലൊക്കെ എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല. കോടതിയിൽ തൻ്റെ അച്ഛൻ്റെ നിരപരാധിത്വവും മക്കൾ ഭാര്യ വീട്ടിൽ പോയി നേരിട്ട ക്രൂരതകളൊക്കെ തുറന്നു കാട്ടാൻ ശ്രമിച്ചെങ്കിലും ഒന്നും കലാധരനൊപ്പം അനുകൂലമായി വന്നില്ല. അമ്മയുടെ ആശങ്കയും വികാരവും മാത്രമാണ് കോടതി മുൻപന്തിയിലെടുത്തത്. ഒടുവിൽ മക്കളെ വിട്ടുകൊടുക്കില്ല എന്ന് അയാൾ സ്റ്റേഷനിൽ പരാതിയുമായിട്ട് വന്ന് പറയുകയാണ്. എന്നാൽ കോടതി വിധിക്കപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നും അതനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാവുമെന്നും സ്റ്റേഷനിൽ നിന്നും അയാൾക്ക് താക്കീതും കിട്ടി. ഇതും കൂടി ആയപ്പോൾ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന ഒരു ഘട്ടത്തിൽ ആ അച്ഛൻ നിന്നു പോവുകയാണ്. അപ്പുറത്ത് എങ്ങനെയെങ്കിലും ഏത് കള്ളക്കേസ് കൊടുത്തിട്ടാണെങ്കിലും മക്കളെ തിരിച്ചു പിടിക്കാൻ ഒരുമ്പട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഭാര്യ വീട്ടുകാരും. എന്നാൽ ഇവിടെ കോടതി കുട്ടികളോട് ആരുടെ കൂടെ പോകാനാണ് ഇഷ്ടമെന്നോ കുട്ടികൾക്ക് എന്താണ് പറയാനുള്ളതെന്നോ ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെന്നോ ഒന്നും ആരാഞ്ഞിട്ടുമില്ല. കുട്ടികളോട് അമ്മ നിങ്ങളെ വേണമെന്ന് കേസ് കൊടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് അവിടേക്ക് തന്നെ നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വരുമെന്ന് കലാധരനും ഉഷയൊക്കെ പറഞ്ഞു. അപ്പം തന്നെ കുട്ടികൾ കരച്ചിലാണ്. ഉണ്ണികൃഷ്ണനാണെങ്കിൽ ഇതെല്ലാം മാറി നിന്ന് വിഷമിക്കാനേ പറ്റുന്നുള്ളൂ. കാരണം ആ വീടിൻ്റെ പരിസരത്ത് കോടതി വിധിയുള്ളത് കൊണ്ട് അയാൾക്ക് കയറാൻ പറ്റില്ല. അങ്ങനെ കലാധരൻ ഈ വിധിക്കെതിരെ അപ്പീൽ കൊടുക്കാനായിട്ട് വക്കീലിനെയൊക്കെ കണ്ടുപിടിച്ച് തീരുമാനിച്ചു. പക്ഷേ വക്കീൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വെറുതെ അപ്പീലിന് പോകാമെന്നേ ഉള്ളൂ, ഒരു ബലവും ഉണ്ടാകില്ല എന്ന്. അപ്പൂപ്പൻ്റെ പേരിൽ കനത്ത ആരോപണമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ കോടതിക്ക് അമ്മയ്ക്കൊപ്പം കുട്ടികൾ താമസിക്കുന്നതാണ് വിശ്വാസം. അമ്മയുടെ പരിചരണമാണ് കുട്ടികൾക്ക് ഈ പ്രായത്തിൽ വേണ്ടതെന്നും അച്ഛൻ വെറും ഒരു നോട്ടക്കാരനായിരിക്കണമെന്നും ഒക്കെയാണ് കോടതിയുടെ വിലയിരുത്തൽ. ഇപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് എല്ലാ വഴിയും അടഞ്ഞു കഴിഞ്ഞുവെന്ന് ഉറപ്പായ ഒരച്ഛൻ്റെ നിസ്സഹായതയാണ്. ഒരു സൈഡിലാണെങ്കിൽ അമ്മയുടെ കൂടെ വിടല്ലേ അച്ഛ എന്ന് കെട്ടിപ്പിടിച്ച് കരയുന്ന മക്കൾ. അയാൾക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ പഴയതുപോലെ പാചകത്തിലോ ഒന്നും ശ്രദ്ധിക്കാനുള്ള ഒരു മനസ്സില്ല. ചുരുക്കം പറഞ്ഞാൽ ഒരു മരണവീടിന് തുല്യമായി മാറി ഇപ്പോൾ ആ വീട്. 2025 ഡിസംബർ 23 നാളെ രാവിലെയാണ് കുട്ടികളെ അമ്മയ്ക്കൊപ്പം വിടാനുള്ളത്. നയൻതാര ഭർത്താവിൻ്റെ തോൽവി നേരിട്ട് കാണാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മക്കളെ കിട്ടുകയാണ് സ്വന്തമായിട്ട്. കലാധരൻ മനസ്സിൽ ഉറപ്പിച്ചു,
ഇല്ല, എൻ്റെ മക്കളെ അവർക്കിഷ്ടമില്ലാത്ത ആ വീട്ടിലോട്ട് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അയാൾക്ക് അന്നും പുലർച്ചെയും ഒരു കാറ്ററിംഗ് ഓർഡറുണ്ട്. ആ വർക്കും അയാൾ ഏറ്റെടുക്കുകയാണ്. അന്ന് ആ ദിവസമാണ് മക്കളെ തിരിച്ചു കൊടുക്കേണ്ടത്. ആ പണിക്കിടയിലും അയാളുടെ മനസ്സ് മുഴുവൻ കുറച്ചുകൂടി കഴിഞ്ഞാൽ, അതായത് കുറച്ചുകൂടി നേരം വെളുത്ത് കഴിഞ്ഞാൽ മക്കൾ അമ്മയ്ക്കൊപ്പം പോകേണ്ടി വരും. കൊണ്ടാക്കിയില്ലെങ്കിൽ പോലീസും വരും. കുട്ടികളുടെ കരച്ചിലാണെങ്കിൽ കാണാനും കഴിയുകയില്ല. പിന്നെ അയാൾ ധൈര്യം സംഭരിക്കുകയാണ്. നേരമൊക്കെ നല്ല വെളുത്തു. വർക്കെല്ലാം ഒതുക്കിയ ശേഷം കലാധരൻ നേരെ വീട്ടിലേക്ക് പോയി. അമ്മ ഉഷയോട് കുറച്ച് കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. നമുക്കൊരു യാത്ര പോകണമെന്നും ഒരിക്കലും തിരിച്ചു വരാത്തൊരു യാത്രയിലേക്കാണ് നമ്മൾ പോകുന്നതെന്നും എന്നൊക്കെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി. ഉഷയ്ക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി. അവരും തല കുലുക്കി. അത് ശരിയാണ്, അങ്ങനെ തന്നെ ചെയ്യാമെന്ന്. ശേഷം കലാധരൻ മക്കൾക്ക് കുടിക്കാനായിട്ട് പാല് കാച്ചുകയാണ്. അടുക്കളയിൽ പോയിട്ട് പാലൊക്കെ കാച്ചിക്കൊണ്ട് വരികയാണ്. അപ്പോൾ തന്നെ നേരെ ഉച്ചയായി. അന്നേരമാണ് സ്റ്റേഷനിൽ നിന്നും ഫോൺ വരുന്നത്. നേരം വെളുത്തിട്ടും കുട്ടികളെ കൊണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് നയൻതാര സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞുവെന്നും ഉടൻ തന്നെ കുട്ടികളെ കോടതി വിധിപ്രകാരം അമ്മയുടെ വീട്ടിൽ കൊണ്ട് എത്തിക്കണമെന്നും. കലാധരൻ പറഞ്ഞു, സാറേ, ഞാൻ ഇപ്പോൾ വർക്ക് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ഉടൻ തന്നെ കുട്ടികളെ ഞാൻ എത്തേണ്ടടുത്ത് എത്തിച്ചിരിക്കാം. ഫോൺ വച്ച ശേഷം ആ കാച്ചിയ പാലിൽ അയാൾ കീടനാശിനി ഒഴിക്കുകയാണ്. എന്നിട്ട് മക്കളെ രണ്ടിനെ ഒന്ന് നോക്കി. അത് കലക്കി ആ രണ്ട് മക്കൾക്കും ഈ അച്ഛൻ കൊണ്ട് കൊടുത്തു. പിള്ളേർ അച്ഛൻ കൊടുത്ത പാലല്ലേ അനുസരണയോടെ കുടിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞതും കുട്ടികൾക്ക് ചില അസ്വസ്ഥതകളൊക്കെ തുടങ്ങി. അപ്പോൾ തന്നെ രണ്ട് കുട്ടികളോടും കണ്ണടച്ച് മിണ്ടാതെ കിടന്നാൽ ഇതെല്ലാം മാറുമെന്ന് പറഞ്ഞ് അയാൾ അകത്തെ കട്ടിലിൽ കൊണ്ട് കിടത്തി. പിന്നീട് ആ മക്കൾക്കൊപ്പം ഒപ്പത്തിനൊപ്പം പോകാൻ വേണ്ടിയിട്ട് ആ അച്ഛനും അമ്മൂമ്മയും കൂടെ ആ മുറിയിൽ തന്നെ ഒരു മുഴം കയറിൽ അവരുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം ഇത്രയൊക്കെ ആയി, അതായത് രാത്രിയായി. കുട്ടികളെ കൊണ്ടുവന്നിട്ടില്ല എന്ന പരാതി വീണ്ടും നയൻതാര വിളിച്ച് പറയുകയാണ്. പോലീസ് പലതവണ കലാധരൻ്റെ ഫോണിലോട്ട് വിളിച്ചെങ്കിലും ഫോൺ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഉടൻ തന്നെ പോലീസിന് എന്തൊക്കെ പന്തികേട് തോന്നി. നേരെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ്റെ ഫോണിലേക്ക് SI വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങളുടെ മകൻ എത്രയും പെട്ടെന്ന് ആ കുട്ടികളെ അവിടെ കൊണ്ട് ആക്കാമെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ ഫോൺ എടുക്കുന്നില്ല, നിങ്ങൾ അവിടം വരെ പോയി ഒന്ന് നോക്കണമെന്ന്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, സാറേ, കോടതി വിധിപ്രകാരം എനിക്ക് ആ പരിസരത്ത് പോലും കയറാൻ പറ്റില്ല. അതൊന്നും കുഴപ്പമില്ല, ഒന്ന് പോയി താൻ നോക്കിക്കോ എന്ന് SI തന്നെ പറയുകയാണ്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ രാത്രി ആ വീട്ടിലെത്തി. എത്തിയപ്പോൾ കാണുന്നത് മുൻവാതിൽ ചാരിയിട്ടിരിക്കുന്നതാണ്. അകത്ത് കയറി അയാൾ നോക്കിയപ്പോൾ ഹാളിൻ്റെ മൂലയിൽ ഒരു ലെറ്റർ എഴുതി വച്ചിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത്, ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളുടെ 4 പേരുടെയും മരണത്തിന് ഉത്തരവാദി നയൻതാരയും അവളുടെ അമ്മയും സഹോദരനും ആണെന്നും. ഇത് മാത്രമല്ല, കലാധരൻ്റെ ഫോൺ തുറക്കുന്നതിനുള്ള ആ ഫോണിൻ്റെ പാറ്റേൺ അയാൾ ആ പേപ്പറിൽ വരച്ചു വച്ചിരിക്കുകയാണ്. അയാൾക്ക് ആ മുറിയിൽ കയറാൻ പറ്റുന്നേയില്ല. ഈ മരിച്ച മുറിക്കകത്ത് കയറാൻ പറ്റില്ല, അകത്ത് കുറ്റിയിട്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ഉണ്ണികൃഷ്ണൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞു. പോലീസ് ഉടൻ തന്നെ സംഭവ സ്ഥലത്തെത്തി. വാതിൽ ചവിട്ടി തുറന്ന് നോക്കുമ്പോഴാണ് ഈ ദുരന്ത കാഴ്ച കാണുന്നത്. കട്ടിലിൽ 2 കുട്ടികളും നുരയും പതയുമായിട്ട് മരിച്ച നിലയിൽ. ഉത്തരത്തിലാണെങ്കിൽ അച്ഛനും അമ്മൂമ്മയും തൂങ്ങിയാടുകയാണ്. ഇവരുടെ മരണത്തിൽ നാട്ടുകാരും ബന്ധുക്കളും ഈ നയൻതാരയും വീട്ടുകാരെയും തന്നെയാണ് കുറ്റം പറഞ്ഞത്. അവൾ കുട്ടികളെ വേണമെന്നും പറഞ്ഞ് ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് ഇതിനെല്ലാം കാരണമെന്നാണ് ഉണ്ണികൃഷ്ണനും പറഞ്ഞത്. അത് ശരി തന്നെയാണ്. കലാധരൻ വരച്ച് വച്ച ആ പാറ്റേൺ വെച്ച് ഫോൺ തുറന്നപ്പോഴാണ് പോലീസ് ഞെട്ടിയത്. കുട്ടികളെ ഈ ഭാര്യ വീട്ടിൽ നിർത്തിയ സമയത്ത് അവർ ഉപദ്രവിക്കുന്ന വീഡിയോ ഒക്കെ ഈ ഫോണിൽ കിടപ്പുണ്ട്. മൃതദേഹങ്ങൾ പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നടപടികളൊക്കെ കഴിഞ്ഞ ശേഷം ബന്ധുക്കൾക്കും വിട്ടു നൽകി. രാമന്തളിയിലെ ആ ഗ്രാമം ശരിക്കും കണ്ണീരിലാണ്ട ഒരു സംഭവമായിരുന്നു ഇത്. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.